ഹായ് ഗൈസ്, ഡേ 2 ഇന്ന് ഡാറ്റ ടൂർ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നു. രാവിലെ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ അത് കഴിക്കണം, അതിന് പോകണം. അയ്യോ, അതായാലും ഇന്ന് ഡാറ്റ ടൂറിന് പോകാമെന്നുള്ള പ്ലാൻ. ഇന്നും നല്ല വെതറാണ്. ഓ, ക്യാമറ തിരിയുന്നില്ലല്ലോ. രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. യൂഷ്വൽ ബേക്കൺ നെക്ക്, പൊട്ടറ്റോ, സോസേജ്. ഗായ്സ്, ഇന്ന് ഇവിടുന്ന് ബസ്സില്ല, ഡബിൾ ഡോർ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ട്രെയിൻ എടുത്ത് പോകാൻ തീരുമാനിച്ചു. അതേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന പോക്കാണ്. ഓക്കെ, ടു റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് എടുത്തു, വീണ്ടും ബാക്ക് അറ്റ് വേമത്ത് സ്റ്റേഷൻ. 10:20 ബസ് ട്രെയിനാണ് ടു വൂൾ. വൂളിൽ നിന്ന് ഡൽഹി ടൂർ ബസ് കയറണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഹോപ്പ്ഫുള്ളി ഏത് ബസ് കിട്ടും, എപ്പോൾ ചെല്ലുമെന്നൊന്നും അറിയില്ല. നമ്മുടെ ട്രെയിനെത്തി. ഇനിയും കയറണം. നെക്സ്റ്റ് സ്റ്റോപ്പ് വൂൾ. After that, Turtle Door. Are you ready, Mikey? Let's go. Train എടുത്തു guys. Next stop Wool. ഇതാണ് വൂൾ സ്റ്റേഷൻ. ഞങ്ങളിവിടെ വന്നിറങ്ങി. ഇനിയും ടർട്ടിൽ ഡോർ ലുൽവത്ത് കോവിനുള്ള ബസ് തപ്പാൻ പോവാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ല. അപ്പോൾ വി ആർ ഓൺ അവർ വേ. ഒന്നോ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യണം. ലെവൽ ക്രോസ് ആണ്. ബാ, ലെവൽ ക്രോസ് ആണ്. ഇതാണ് നമ്മുടെ ലുൽവത്ത് കോവ്. ഇനിയും ഇവിടെ ബസ് വരുമോ നോക്കണം. ഓക്കെ, ഇതായിരുന്നു ബസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം വെമത്ത്. പ്രോബബ്ലി സമ്മർ കുറച്ചുകൂടെ ആയിക്കഴിയുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഈ X50 ബസ്സസ് കയറുമായിരുന്നെങ്കിൽ ബസ്സിലങ്ങ് ഡർട്ടിൽ ഡോറിലെത്തായിരുന്നു ഫ്രം വെമത്ത്. അൺഫോർച്ചുനേറ്റ്ലി there is no bus today. So we are waiting at the bus stop for bus number 30 or 31. So yeah, that's it. Post hi guys. ഇനിയും 45 minutes കഴിഞ്ഞേ ബസ്സുള്ളൂ. We are waiting for it. Mikey, say hi. Hi. Oh, we for victory. Okay, അപ്പോൾ 45 minutes കൂടെ പോസ്റ്റ് അടിച്ചിട്ട് ബസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലുൽവത്ത് കോവും ഡർട്ടിൽ ഡോറും പോകുന്നതായിരിക്കും. Hi guys. Okay, bye guys. Take care. കാട് കയറുവാണോ നീ? ബസ് ടു ഡർട്ടിൽ ഡോർ കെയിം. ഇനിയിപ്പം ഇതിനെ കയറി സ്ട്രൈറ്റ് ടു ഡർട്ടിൽ ഡോർ. മേളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇങ്ങനെ ഇറങ്ങി ബസ് അവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മളിനി വോക്ക് ചെയ്യണം ടു ഡർട്ടിൽ ഡോർ.
നമുക്ക് ഈ ട്രെയിൽ വഴി വേണം walk ചെയ്യാൻ ടു ഡർഡിൽ ഡോർ. കാർ പാർക്കൊക്കെ ആ സൈഡാണ്, അതിലുണ്ട് വഴി കാർ പാർക്കിന്. സോ യാ വി ആർ walking. Off-roading through the forest to Dardel Door. Here at the top, ഇവിടെ നിന്നാണ് കാർ പാർക്ക് ചെയ്ത് പോകേണ്ട സ്ഥലം. ഹില്ലിൻ്റെ ടോപ്പാണ്. അക്രോസ് കാണുന്നതാണ് beach. Since it is cloudy and haze today, it's not clear. Hopefully sun right ആകുമ്പോൾ ചൂട് ക്ലിയർ ആവുമായിരിക്കും. ആ സൈഡിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വന്നത്. ആ കാണുന്നത് വേമൂത്തും പോർട്ട്ലാൻഡുമാണ്. അങ്ങ് ദൂരെ കാണുന്ന മലകൾ, അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത് പോകുന്നത്. സോ യാ we are nearing Dardel Door. ഇതാണ് ഹില്ലിൻ്റെ ടോപ്പ് സൈഡ്. നേരെ കാണുന്നതാണ് സീ. ആൻഡ് we have to truck down through the given way. 20-30 minutes downhill ഉണ്ടാവും. Then we will see Dardel Door. That's it. ഒരു കുറച്ചെടുത്തിട്ടങ്ങ് നിർത്ത്, എന്നിട്ട് ഇത് ഫോക്കസ് ചെയ്ത് പോകാം. അങ്ങനെ ഫൈനലി വാതിലെത്തി ഗൈസ്, ഡർഡിൽ ഡോർ. നല്ല വെതർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, വലിയ കുഴപ്പമില്ല. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വെച്ച് ചെല്ലുന്നതാണ് ഡർഡിൽ ഡോർ. ബീച്ചിലാണോ അപ്പുക്കുട്ടൻ? ഡർഡിൽ ഡോറിലാണോ അപ്പുക്കുട്ടൻ? As you can see, the gravel beach ആണ്. Nice, അപ്പം മെസ്സി ആവില്ല ഏതായാലും. And easy to maintain. Nice, pretty good beach. Finally, we have made to the target. Peace out guys. നല്ല ക്ലൈമറ്റ്. ഇച്ചിരി വെയിലുണ്ട് താനും. ഞങ്ങള്
ട്രക്ക് ഡൗൺ ചെയ്തതിൻ്റെ എനർജി റിഫിൽ ചെയ്യാൻ വേണ്ടി ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയ സാൻഡ്വിച്ചും പ്രോട്ടീൻ റിച്ചും ഒക്കെ കഴിച്ചിട്ട് റീഗെയിൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കയറുമല്ലേ മൈക്കി? തിരിച്ച് മല കയറണ്ട നമുക്ക്. വീട്ടിലൊന്നും പോകണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഹലോ മിസ്റ്റർ മൈക്കി, വീട്ടിലൊന്നും പോകണ്ടേ? തിരിച്ച് ട്രക്ക് ചെയ്ത് മേലോട്ട് പോവാണ്. ഗോയിങ് ബാക്ക്. ഗൈസ് മല കയറി മേളിൽ തിരികെയാണ്. ടയർഡായി ഗൈസ്. സ്റ്റീപ്പ് ട്രക്കിംഗ് ആയിരുന്നു. Mikey also doing his share. Alright, that's it. We are at the top of Rattlendor. Now we need to figure out the next plan, what to do today. അങ്ങനെ ചെറിയൊരു ലഞ്ച് കഴിഞ്ഞു. ഇനിയും ഡഡിൽഡോറിനോട് ടാറ്റ പറഞ്ഞിട്ട് ഇവിടെ നിന്നൊരു ചെറിയൊരു വാക്കിംഗ് ട്രെയിലുണ്ട് ടു ലൾവർത്ത് ടൗൺ. അങ്ങോട്ട് നടക്കാമെന്നുള്ള പരിപാടിയിലാണ്. സോ അങ്ങോട്ട് പോവാണ് റൈറ്റ് നൗ. Guys, taking the walking train to Lulworth village, right besides the Jurassic Coast. ആ വഴിയാണ് ഞങ്ങൾ ഡർഡിൽഡോറിന് പോകാനെടുത്തത്. അതിലിറങ്ങി താഴെ കാണുന്നതാണ് ഡർഡിൽഡോർ. That's Dumbledore. English part of English Channel ആണ്. And we are walking through Jurassic Coast. ഈ താഴോട്ട് കാണുന്നതാണ് ലുൾവർത്ത് ടൗൺ. അങ്ങനെ മൂലയിലുള്ളതാണ് ലുൾവർത്ത് കോവ്. അവിടെയാണ് ബോട്ടെല്ലാം കിടക്കുന്നത്. ഇവിടെ ഒരു ലുൾവർത്ത് കാസിലും ഉണ്ട്. അപ്പം ഈ ഫാമിലിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഡർഡിൽഡോർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് നടക്കുന്നത്. സോ ദിസ് ഈസ് ലുൾവർത്ത് town and Lulworth Cove. So we are heading there. We have a steep trek downwards, as you can see, and we are into the town. And this is English Channel, and we are walking across Jurassic Coast. Lulworth Cove in അങ്ങനത്തെ ബോട്ട് സർവീസ് ഉണ്ട്. ഡർഡിൽഡോർ കടലിൽ നിന്ന് കാണാവുന്ന പോലെ. സോ ആ സർവീസസും ബോട്ട് ട്രിപ്സും ഇവിടെ അവൈലബിൾ ആണ്. So which is nice.
This is Jurassic Coast Point. ഗൈസ് നടന്നിട്ട് തീരുന്നില്ല ഗൈസ്. ഇത്രയും കൂടെ താഴോട്ടിറങ്ങണം. താഴോട്ടിറങ്ങി ലുൽവത്തിൽ ചെല്ലണം. ഉച്ചറങ്ങാണ്. ഫൈനലി ഗൈസ് നമ്മൾ നിയർലി താഴെ എത്താറായി. ഡൗൺ അറ്റ് ലുൽവത്ത്. Guys, we have finally made it down the hill after doing a long trek. A very small village ആണ് Lulworth, like I said, nearly in the hill, and I think everybody is heading back home. There's a beach which I know, but other than that I don't know. Probably we may need to explore a little bit, I guess. This is a mammoth bone. There are fossils are retrieved from the coast, I guess. And a general souvenir shop in and around every tourist places. It's nice. Guys, heading to Lulworth Cove through the town, I think. Town and Arthurana. We are going to the Lulworth Cove through the town. Local bakeries. Very beautiful village. Just running to the beach. ഇത് നമ്മൾ പണ്ട് പോയ മൗസ് ഹോളിന് അത്രയും തിരക്കില്ല, ബട്ട് സ്റ്റിൽ നൈസായിട്ടുണ്ട്. സ്മോൾ ലിറ്റിൽ വില്ലേജ്. വാട്ടർ റണ്ണിങ് ടു ദ ബീച്ച്. ഫിഷിംഗ് വില്ലേജാണ്. സോ ഒബ്വിയസ്ലി ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സും നെറ്റ്സും എല്ലാം nice little cove, less busy, തിരക്കൊന്നുമില്ല. And there's a walk, coastal part of the earth. It's nice. Water coming down from the mountain. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കടലിലോട്ട് ഒഴുകുകയാണ്. വെരി നൈസ്, ബ്യൂട്ടിഫുൾ ആൻഡ് സ്മോൾ. ആ പുറകെ കാണുന്ന ട്രെയിലാണ്
തട്ടിട്ടോന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി ഈ വില്ലേജിലോട്ട് വന്നത്. സോ ദിസ് ഇസ് എ കോസി ലിറ്റിൽ വില്ലേജ്. സോ ആഫ്റ്റർ ഗോയിങ് ത്രൂ വില്ലേജെല്ലാം കണ്ടു ഞങ്ങൾ തിരിച്ചു പോവാണ് ബാക്ക് ടു പൂൾ to catch the bus to Weymouth. I mean, train to Weymouth. അപ്പം we shall wait for ടൈം ടേബിൾ നോക്കണം. ബസ് എപ്പോഴാണ് ടൈം ടേബിൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. ഗായ്സ്, ഞങ്ങളുടെ ബസ് വന്നു. ഇനിയും ലുൾവർത്ത് നിന്ന് ഈ ബസ് ബോർഡ് ചെയ്ത് നേരെ വൂളിനാണ്. 17-20 minutes എടുക്കും. And we will reach there by 5:30, 5:45 maybe. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ട്രെയിൻ ടു വെയ്മൗത്ത്. തിരിച്ച് വൂൾ സ്റ്റേഷനിലെത്തി. ഇന്നത്തെ ട്രിപ്പ് വൂളിലെല്ലാം കഴിഞ്ഞു. ഗോയിങ് ബാക്ക് ടു വെയ്മൗത്ത്, വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ നൗ. ട്രെയിൻ ടു വെയ്മൗത്ത്. ഗൈസ്, തിരിച്ച് വെയ്മൗത്തിലെത്തി. സൂപ്പർ ടയേർഡാണ്. അതുകൊണ്ട് കുറച്ച് നേരം ബീച്ചിലിരുന്നിട്ട് റൂമിലോട്ട് പോകണം. Sitting at Weymouth Beach. ചെറിയൊരു സാൻഡ് പ്ലേ പരിപാടീസാണ്. കൊച്ചിനിപ്പോൾ 2 വയസ്സായപ്പോൾ അവൻ കൂടുതൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്നത്. ലൈക്ക് സാൻഡ് പ്ലേ, ലൈക്ക് എന്താണോ അവന് വൃത്തിയേടാക്കാൻ പറ്റുന്നതെല്ലാം അവന് ഇഷ്ടമാണ്. അതാണ് മനസ്സിലായത്. Sunset is at Weymouth and all lights are coming up, and it's high tide now. And ഇപ്പോൾ ഞങ്ങൾ പിയറിലോട്ട് വോക്ക് ചെയ്യുവാണ്. സൺസെറ്റ് ആയപ്പോഴത്തേന് ബോട്ടുകളും കുഞ്ഞു സെയിലുകളും എല്ലാം ഹാർബറിൽ അടുപ്പിച്ചു. We are on our way back to our hotel. So strolling through the sidewalk of harbour. ഷിപ്പിൻ്റെ അകത്ത്, ഷിപ്പല്ല, കൈൻഡ് ഓഫ് യോട്ടാണോ അതോ ബിഗ് ബോട്ടാണോ ഇടുന്നുണ്ടോ. അതിനകത്ത് എല്ലാവരും കൂടെ ഡിന്നറാന്ന് തോന്നുന്നതായിട്ട്. നൈസ്. അവിടെ ഒരു വലിയ ബോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. Guys, we are walking back to our place where we stay.
ആഫ്റ്റർ എ ലോങ് ഡേ. ഒരുപാട് നടത്തമായി, ട്രക്കിങ്ങായി, മലകയറ്റമായി, കടലിലിറക്കമായി, കയറ്റമായി. Too tired today, so we are heading back to our stay for tonight.